Today we are going to discuss analysis of time series. നമ്മുടെ അടുത്ത ചാപ്റ്റർ അല്ലെങ്കിൽ അടുത്ത പോർഷൻ ആണ് analysis of time series. So, time series. What do you mean by time series? ഇപ്പോൾ ഇവിടെ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. ഇത് ടൈം സീരീസിന്റെ ഒരു എക്സാമ്പിൾ ആണ്. അപ്പോൾ ഇവിടെ ഡാറ്റ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്? മന്ത് 1 തൊട്ട് 12 വരെയുള്ള മാസം, 13, 14 പിന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് പിന്നെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രൈസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഇതൊരു സാധനത്തിന്റെ വില, ഏതോ ഒരു എ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റിന്റെ വിലയാണ് കൊടുത്തിരിക്കുന്നത്. അത് എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്? ഓരോ മാസവും അതിനുണ്ടായിട്ടുള്ള വില എത്രയാണ്? ആദ്യത്തെ മാസം 2.27, രണ്ടാമത്തെ മാസം 2.63, മൂന്നാമത്തെ മാസം 2.53, ഇങ്ങനെ 12 മാസം, 12 അല്ല 36 മാസത്തെ ഡാറ്റ തന്നിട്ടുണ്ട്. ഇതെന്താണ്? ഇതൊരു ടൈം സീരീസ് ആണ്. ഓക്കെ, ബിക്കോസ് ഇത് ഒരു വേരിയബിളിന്റെ വാല്യൂവിനെ നമ്മൾ ഒരു പീരിയഡ് ഓഫ് ടൈം, ഓവർ എ പീരിയഡ് ഓഫ് ടൈം എത്രയാവും എന്ന് ക്രോണോളജിക്കലി ഓർഡർ ചെയ്തിരിക്കുകയാണ് അല്ലേ? ഒരു സാധനത്തിന്റെ ഒരു വസ്തുവിന്റെ എന്തും ആയിക്കോട്ടെ, പ്രൈസ് ആയിക്കോളണമെന്നില്ല, ഒരു വസ്തുവിന്റെ ഏതെങ്കിലും ഒരു വാല്യൂ, ഓക്കെ, ഒരു വേരിയബിൾ, പ്രൈസ് ആവാം, ചിലപ്പം ഇൻകം ആവാം, എന്തുമായിക്കോട്ടെ, ആ ഡാറ്റയെ നമ്മൾ ടൈമിൽ ഓവർ എ പീരിയഡ് ഓഫ് ടൈം, സക്സസീവ് പീരിയഡ് ഓഫ് ടൈം നമ്മൾ ക്രോണോളജിക്കലി ഓർഡർ ചെയ്തുകൊണ്ട് ഇതിനെ നമ്മൾ എന്തെന്ന് പറയും? ടൈം സീരീസ് എന്ന് പറയും. അപ്പോൾ ബേസിക്കലി ടൈം സീരീസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ടൈമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ഡാറ്റ തന്നിട്ടുണ്ടെങ്കിൽ ആ ടൈം സീരീസ് ആണ്. ഏതെങ്കിലും ഒരു വേരിയബിള്, ആ വേരിയബിൾ ഓവർ എ പീരിയഡ് ഓഫ് ടൈം എന്താണ് അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു ഡാറ്റ തന്നിട്ടുണ്ടെങ്കിൽ അത് ടൈം സീരീസ് ആണ്. ഓക്കെ, ആദ്യത്തെ മാസം ഇത്ര, രണ്ടാമത്തെ മാസം ഇത്ര, മൂന്നാമത്തെ മാസം ഇത്ര, അങ്ങനെ. അല്ലെങ്കിൽ എന്താ പറയുക, മേ ബി ഒരു കൊല്ലം, ഫസ്റ്റ് ഇയർ ഇത്ര, സെക്കൻഡ് ഇയർ ഇത്ര, തേർഡ് ഇയർ ഇത്ര, അങ്ങനെ ഒരു ടൈം, ഓവർ എ പീരിയഡ് ഓഫ് ടൈം ഒരു വാരിയബിളിൻ്റെ വാല്യൂ എന്താണ് എന്ന് നമുക്ക് ഓർഡർ ചെയ്തിട്ട് ഒരു ഡാറ്റ തരുമ്പോൾ അതിനെ ടൈം സീരീസ് എന്ന് പറയും. Okay, so a time series refers to value of a variable chronologically ordered over a successive period of time. Okay, it is a record of observations or measurement of variable over a period of time. So basically ഒരു time series data എന്ന് പറഞ്ഞാൽ ആ ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് it is a measurement of variable over a period of time. ഒരു സമയമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് ആ വേരിയബിൾ പോകുന്ന, അല്ലെങ്കിൽ അതിൻ്റെ മെഷർമെൻ്റ് ആണ് നമുക്ക് ആ ടൈം സീരീസ് നോക്കിയാൽ കിട്ടുക. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നാഷണൽ ഇൻകം ഡേറ്റ, ഇയർലി നാഷണൽ ഇൻകം ഡേറ്റ, ഓരോ കൊല്ലവും നാഷണൽ ഇൻകം എത്രയാണെന്നുള്ളതിൻ്റെ ഡാറ്റ വരും. അതെന്താണ്? ടൈം സീരീസ് ആണ്. ഒരു 5 കൊല്ലത്തെ നാഷണൽ ഇൻകത്തിൻ്റെ ഡാറ്റ എടുത്താൽ ടൈം സീരീസ് ആണ് അല്ലേ? അതേപോലെ തന്നെ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റിൻ്റെ ഡേറ്റ, ഓക്കെ, നെറ്റ് പ്രോഫിറ്റ് ഓഫ് എ കമ്പനി ഓവർ ലാസ്റ്റ് 10 years, നമ്മുടെ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് കഴിഞ്ഞ 10 കൊല്ലമായിട്ട് എത്രയാണ് എന്നൊരു ടേബിളാക്കി എഴുതിയാൽ അത് ടൈം സീരീസ് ആണ്. കാരണം അവിടെ ടൈമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ആ ഡാറ്റ എന്താണ് എന്നുള്ളതാണ് തരുന്നത്. ഓക്കെ, സോ ബേസിക്കലി ദാറ്റ് ഈസ് വാട്ട് യു മീൻ ബൈ ടൈം സീരീസ്. ടൈം സീരീസ് റെഫേഴ്സ് ടു വാല്യൂ ഓഫ് എ വേരിയബിൾ ക്രോണോളജിക്കലി ഓർഡേർഡ് ഓവർ എ സക്സസീവ് പീരിയഡ് ഓഫ് ടൈം. ഒരു പീരിയഡ് ഓഫ് ടൈം റിലേറ്റ് ചെയ്തിട്ട് നമ്മളൊരു വേരിയബിളിൻ്റെ വാല്യൂവിനെ ഓർഡറിൽ എഴുതുമ്പോൾ അതിനെയാണ് ടൈം സീരീസ് അല്ലെങ്കിൽ ടൈം സീരീസ് ഡേറ്റ എന്ന് പറയുന്നത്. അനാലിസിസ് ഓഫ് ടൈം സീരീസ്. അപ്പോൾ ഇങ്ങനെ ടൈമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡേറ്റ അല്ലെങ്കിൽ ടൈം സീരീസ് ഡേറ്റ അനലൈസ് ചെയ്യുക, അതിനെ പഠിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ? എന്തുകൊണ്ടാണ്? അതിനെ പഠിക്കുന്നതുകൊണ്ട് നമുക്ക് എന്താ ഉണ്ടാവുന്നത്? നമുക്ക് ബേസിക് ആയിട്ടൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഒരു ടൈം സീരീസ് പഠിച്ച് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ ബേസിക് ട്രെൻഡ് ദാറ്റ് ഈസ് ഹാപ്പനിങ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം അല്ലേ? ഒരു സാധനത്തിൻ്റെ ഇപ്പോൾ ഒരു പ്രൈസ് ആണ് എന്നുണ്ടെങ്കിൽ ആ പ്രൈസിൻ്റെ ടൈം സീരീസ് ഡേറ്റ തന്നിട്ടുണ്ടെങ്കിൽ, ഒരു സാധനത്തിൻ്റെ ഒരു വസ്തുവിൻ്റെ പ്രൈസിൻ്റെ ടൈം സീരീസ് ഡാറ്റ തന്നിട്ടുണ്ടെങ്കിൽ അത് പഠിച്ചാൽ, അത് അനലൈസ് ചെയ്താൽ വി അണ്ടർസ്റ്റാൻഡ് ദ ട്രെൻഡ് ഓഫ് പ്രൈസ് അല്ലെ? ഓവർ എ പീരിയഡ് ഓഫ് ടൈം വിലയുടെ ഒരു ട്രെൻഡ് എങ്ങനെയാണ്? വില കൂടാനുള്ള ടെൻഡൻസി ആണോ, വില കുറയാനുള്ള ടെൻഡൻസി ആണോ? അതിൻ്റെ ആ ഒരു ട്രെൻഡ് പഠിക്കാൻ നമ്മളെ കൊണ്ടുപറ്റും. ആൻഡ് ബൈ ദാറ്റ് വി കൻ ബേസിക്കലി ആൻറ്റിസിപ്പേറ്റ് ദ ഫ്യൂച്ചർ ഇവൻറ്റ്സ് അല്ലേ? അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിലേക്ക് നമുക്ക് ഒരു ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ഫ്യൂച്ചറിൽ ഇത് കൂടാനാണോ സാധ്യത, ഈ വില കൂടാനാണോ സാധ്യത, വില കുറയാനാണോ സാധ്യത, എന്തൊരു സാധനത്തിൻ്റെയും സമയവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡാറ്റ കിട്ടിയാൽ നമുക്ക് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. നമുക്കത് പഠിച്ച് അതിൻ്റെ ട്രെൻഡ് പഠിക്കാനും അതേപോലെ തന്നെ വി ക്യാൻ ആൻറ്റിസിപ്പേറ്റ് ദ കോഴ്സ് ഓഫ് ഫ്യൂച്ചർ ഇവൻറ്റ്സ്. ഓക്കെ, സോ ടൈം സീരീസ് അനാലിസിസ് ബേസിക്കലി കൺസിസ്റ്റ് ഓഫ് ടൈം സീരീസ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരു ടൈം സീരീസ് ഡേറ്റേനെ എടുത്തിട്ട് നമ്മൾ പഠിക്കുകയാണ്. ഓക്കെ, അനലൈസ് ചെയ്യണം. അത് അനലൈസ് ചെയ്യുമ്പോൾ 3 കാര്യങ്ങളാണ് നമ്മൾ
നോക്കുക. അതിൽ നമ്മൾ പഠിക്കുക എന്താണ് ദ വേരിയസ് വേരിയേഷൻസ് ഇൻ ടൈം സീരീസ്. അതായത് ഓവർ എ പീരിയഡ് ഓഫ് ടൈം അതിൽ വന്നിട്ടുള്ള ചേഞ്ച്. അതായത് കുറേ കൊല്ലത്തെ ഡാറ്റ നമുക്ക് കിട്ടുമ്പോൾ, ഇപ്പോൾ ഒരു 5 കൊല്ലത്തെ ഒരു ബിസിനസ്സിന്റെ നെറ്റ് പ്രോഫിറ്റിന്റെ ഡാറ്റ ആണെങ്കിൽ ആ 5 കൊല്ലം കൊണ്ട് ഉണ്ടായിട്ടുള്ള വേരിയേഷൻസ്, ചേഞ്ച് എങ്ങനെയാണ് എന്നുള്ളത്. Then identifying the various factors whose interaction produce the variation in time series. പിന്നെ നമ്മൾ പഠിക്കുന്നത് വെച്ചാൽ എന്ത് കാരണം കൊണ്ടായിരിക്കാം ഈ പറയുന്ന ഡിഫറൻസ് ഉണ്ടായിട്ട്. ഇപ്പം നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ 5 കൊല്ലവും ചിലപ്പം 3-ാമത്തെ കൊല്ലം വളരെ കുറഞ്ഞു, 4-ാമത്തെ കൊല്ലം കൂടി. അങ്ങനെയാണെങ്കിൽ എന്ത് കാരണം കൊണ്ട് 3-ാമത്തെ കൊല്ലം കുറഞ്ഞു, അങ്ങനെ വാട്ട് ആർ ദ റീസൺ ഫോർ ദ ചേഞ്ച്. ദെൻ ഐസൊലേറ്റിംഗ് ആൻഡ് സ്റ്റഡിയിങ് ദീസ് ഫാക്ടേഴ്സ് ഇൻഡിപെൻഡൻ്റ്. അപ്പോൾ കുറേ കാരണം കൊണ്ട് ഈ പറയുന്ന വേരിയേഷൻസ് ഉണ്ടാവും ഒരു ഡാറ്റയിൽ. ടൈം പോകുന്തോറും ഒരു സാധനത്തിന് കുറേ കാരണം കൊണ്ട് ചേഞ്ച് ഉണ്ടാവാം. ഈ ചേഞ്ച് ഉണ്ടാവുന്ന ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പഠിക്കും. ഓക്കെ, അതൊക്കെയാണ് അനാലിസിസ് ഓഫ് ടൈം സീരീസിൽ വരിക. ടൈം സീരീസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഏതൊരു ഡാറ്റയും ടൈമായിട്ട് റിലേറ്റ് ചെയ്ത് എഴുതുന്നതിനാണ് ടൈം സീരീസ് എന്ന് പറയാം. അതിൻ്റെ അനാലിസിസ് എന്ന് പറഞ്ഞാൽ അതിനെ പഠിക്കുക. അപ്പോൾ അതിനെ പഠിക്കുന്നതുകൊണ്ട് അതിനെ പഠിക്കുക എന്ന് പറയുമ്പോൾ ബേസിക്കലി ഈ 3 കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുക. എന്തുമാത്രം ചേഞ്ച് ആണ് ഓരോ കൊല്ലവും അതുകൊണ്ട് ഒരു ടൈം റിലേറ്റ് ചെയ്തിട്ട് ഡാറ്റയ്ക്ക് വരുന്നത്. 2, ആ ചേഞ്ചിന്റെ കാരണം എന്താണ്. 3, ആ ഓരോ കാരണത്തിനെയും നമ്മൾ പ്രത്യേകമായിട്ട് എടുത്തിട്ട് അനലൈസ് ചെയ്യും. ഓക്കെ, നൗ ഇമ്പോർട്ടൻസ് ഓഫ് ടൈം സീരീസ് അനാലിസിസ്. ഈ ടൈം സീരീസ് അനാലിസിസ് ചെയ്തുകൊണ്ട് എന്താണ് അതിൻ്റെ ആവശ്യകത, അത് ഇമ്പോർട്ടൻസ് എന്താണ്. ബേസിക്കലി ഇറ്റ് ഹെൽപ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് പാസ്റ്റ് ബിഹേവിയർ. നമ്മുടെ പണ്ടത്തെ ഒരു ഡാറ്റയുടെ പണ്ടുണ്ടായിരുന്ന ബിഹേവിയർ, പണ്ട് കാലങ്ങളിൽ അതെങ്ങനെ ബിഹേവ് ചെയ്തു എന്നുള്ള ഇത് മനസ്സിലാക്കാൻ നമുക്ക് പറ്റും. അത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ഒരു 5 കൊല്ലം അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 10 കൊല്ലമായിട്ടുള്ള കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിന്റെ ഡേറ്റ, പ്രോഫിറ്റ് എത്രമാത്രം ഉണ്ടായിരുന്നു ഒരു ടൈം സീരീസ് ഡേറ്റ എടുത്തിട്ട് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് പാസ്റ്റ് ബിഹേവിയർ, അതായത് കഴിഞ്ഞൊരു 10 കൊല്ലം എങ്ങനെയാണ് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് ബിഹേവ് ചെയ്തത്, എങ്ങനെയാണ് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് ഏതൊക്കെ കൊല്ലാണ് കൂടിയിട്ടുള്ളത്, ഏതൊക്കെ കൊല്ലാണ് കുറഞ്ഞിട്ടുള്ളത്, ഏതൊക്കെ റീസൺ കൊണ്ടാണ് കൂടുകയും കുറയുകയും ചെയ്തിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. പാസ്റ്റ് ബിഹേവിയർ പഠിക്കാൻ പറ്റും. ഇറ്റ് ഹെൽപ്സ് ഇൻ ഫോർകാസ്റ്റിംഗ് ആൻഡ് പ്ലാനിങ്. അത് പഠിക്കുന്നതിലൂടെ തന്നെ നമുക്ക് ഫ്യൂച്ചറിലേക്ക് പ്ലാൻ ചെയ്യാനും അത് സഹായിക്കും അല്ലേ. അതായത് ഇപ്പം നമുക്ക് അത് പഠിച്ചിട്ട് ഇപ്പോൾ കഴിഞ്ഞ ഒരു കൊല്ലത്തെ മാത്രം എടുക്കുക. കഴിഞ്ഞ ഒരു കൊല്ലത്തെ ഓരോ മാസത്തെയും പ്രോഫിറ്റ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് അതിൽ ഏതെങ്കിലും ഒരു സീസൺ പ്രോഫിറ്റ് കുറഞ്ഞതായിട്ട് കാണുന്നുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും സീസൺ ഭയങ്കര ഹൈക്ക് ഉള്ളതായിട്ട് കാണുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ പഠിച്ച് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിലേക്ക് പല കാര്യങ്ങളും പ്ലാൻ ചെയ്യാനും ഫോർകാസ്റ്റ് ചെയ്യാനും പറ്റും. ഇറ്റ് ഹെൽപ്സ് ഇൻ ഇവാലുവേറ്റിംഗ് കറന്റ് അക്കംപ്ലിഷ്മെന്റ്സ്. നമ്മുടെ കറന്റ് അക്കംപ്ലിഷ്മെന്റ്സ് ഇവാലുവേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. അതായത് ഇപ്പം നെറ്റ് പ്രോഫിറ്റ് ഡാറ്റ അല്ലെങ്കിൽ നാഷണൽ ഇൻകം ഡാറ്റ ഒക്കെ അങ്ങനെയാണ്. പ്രോഫിറ്റ് ഡാറ്റ ഒക്കെ എന്താ പറയുക, ഒരു കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് കഴിഞ്ഞ ഒരു 10 കൊല്ലമായിട്ടോ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 5 കൊല്ലത്തേക്ക് ഡാറ്റ പഠിക്കുമ്പോൾ നമ്മുടെ അക്കംപ്ലിഷ്മെന്റ്സ് എന്തൊക്കെയാണ്, നമുക്ക് എന്തൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റി എന്നുള്ളത് നമുക്ക് പഠിക്കാൻ പറ്റും. ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് കമ്പാരിസൺ. കമ്പയർ ചെയ്യാനും പറ്റും. നമ്മുടെ തന്നെ ഡേറ്റ കുറേ കൊല്ലമായിട്ട് എങ്ങനെയാണ് മാറിയിട്ടുള്ളത് എന്നുള്ളൊരു കമ്പാരിസൺ നമുക്ക് പറ്റും. സോ ബേസിക്കലി ഇതാണ് ടൈം സീരീസിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ. ടൈം സീരീസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു ഡാറ്റയെ നമ്മൾ ടൈമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഓർഡറിൽ എഴുതുമ്പോൾ ടൈം സീരീസ് എന്ന് പറയുന്നു. അതിനെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക, അതിനെയാണ് അനാലിസിസ് ഓഫ് ടൈം സീരീസ് എന്ന് പറയുന്നത്. ആൻഡ് അത് അനലൈസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഇമ്പോർട്ടൻസും, അനലൈസ് ചെയ്യുന്നത് എന്താണ് ആ അനാലിസിസിൽ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്.